എന്ന് പറയുന്നത് ഒരു കേസ് ടേക്കിംഗ് കഴിഞ്ഞ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള സിംപ്റ്റം കൊടുക്കാനും അതിനുശേഷം ആ കേസ് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ സിംറ്റംസ് പോയിട്ടുണ്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്യണം, എന്തൊക്കെ അമിലിറേറ്റഡ് ആയിട്ടുണ്ട്, അപ്പം അതിന് ഏതാണ് പുതിയ സിംറ്റംസ് ആഡഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് റെക്കോർഡ് ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ആ പേഷ്യന്റെ കേസ് റെക്കോർഡ് എടുത്ത് നമ്മൾ അതൊക്കെ ചെയ്യണം എന്ന് പറയും. സോ റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്ന അഫോർസും 104 ആണേ. ഫാസ്റ്റ് അല്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇത് ജസ്റ്റ് ആ ഒരു സെക്ഷൻ തീർന്നപ്പോൾ ഞാനൊരു മോട്ടിവേഷന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. എവറിത്തിങ് യു ഹാവ് എവർ വാണ്ടഡ് ഈസ് വൺ സ്റ്റെപ്പ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. നമ്മൾ എല്ലാവരും ഒരേ യാത്രയാണ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്. കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുക, നല്ല കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഒന്നും നിസ്സാരമായി എടുക്കരുത്. ഇനി നെക്സ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞില്ല, ഈ ചാൻസ് തന്നെയാണ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡ്രഗ് പ്രൂവിങ്. അപ്പോൾ ഡ്രഗ് പ്രൂവിങ്ങിന്റെ അഫോർസം എന്ന് പറഞ്ഞാൽ അഫോർസം 105 to 145 ആണ് ഡ്രഗ് പ്രൂവിങ്. പത്തോജനറ്റിക് പവർ ഓഫ് മെഡിസിൻ ആണ് അറിയാനാണ് നമ്മൾ ഡ്രഗ് പ്രൂവിങ് ചെയ്യുന്നത്. അത് ജസ്റ്റ് എല്ലാവർക്കും അറിയാം. ആൻഡ് 106 പറയുന്നത് ഹോൾ പത്തോജനറ്റിക് എഫക്ട്സ് ഓഫ് സെവറൽ മെഡിസിൻസ് മസ്റ്റ് ബി നോൺ. ഒന്നോ രണ്ടോ മെഡിസിൻ്റെ അല്ല, ഒരുപാട് മെഡിസിൻസിന്റെ അറിഞ്ഞാലേ നമുക്ക് അതുപോലെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ജസ്റ്റ് അഫോർസത്തിൽ പറഞ്ഞു പോകുന്നത്. ആൻഡ് അഫോർസം 107 പറയുന്നത് സിക്ക് പേഴ്സൺസിൽ നമ്മൾ പ്രൂവിങ് ചെയ്യണോ ചെയ്യണ്ടെന്നാണോ ഹനുമാൻ പറയുന്നത്? ചെയ്യണ്ട. അതിന്റെ റീസൺ എന്താന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ മെഡിസിൻ സിംറ്റംസ് മിക്സ്ഡ് ആകും. സോ പ്രൂവിങ് ഇൻ സിക്ക് പേഴ്സൺസ് നോട്ട് അലൗഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് 108. അപ്പൊ ആരെല്ലാം പ്രൂവ് ചെയ്യേണ്ടത്? ഹെൽത്തി പേഴ്സൺസിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാ? മോഡറേറ്റ് ആയിട്ടുള്ള ഡോസസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ 108ന്റെ ഫുട് നോട്ടിലാണ് ആൽബ്രറ്റ് വോൺ ഹാലറിനെ പറ്റി പറയുന്നത്. അപ്പം ഹാനുമാൻ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 2500 ഇയേഴ്സ് എഗോ ആയിട്ട് ഒരു സിംഗിൾ ഫിസിഷ്യൻ എക്സെപ്റ്റ് ഫ്രം ദിസ് മാൻ ഹാസ് നോട്ട് സീൻ ദ നെസസിറ്റി ഓഫ് ഡ്രഗ് പ്രൂവിങ്. അപ്പം ആ ഒരു 2000 വർഷമായിട്ട് ഹാനുമാൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു സെഞ്ചുറിയിൽ 2000 വർഷത്തോളം ഇദ്ദേഹം മാത്രം അല്ലാണ്ട് വേറെ ആരും ഇതിന്റെ ഒരു നെസസിറ്റി കണ്ടിട്ടില്ല. സോ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം കൊടുക്കുവാണ് ആൽബ്രറ്റ് വോൺ ഹാലറിന്. ആൻഡ് അഫോർസം 109 ഹാനുമാൻ തന്നെ ആദ്യമായിട്ട്, ഹാനുമാൻ എവിടെയും ഹാനുമാനെ പറ്റിയിട്ട് പുകഴ്ത്തി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്ത ഒരു നന്മയുടെ കാര്യം ആദ്യമായിട്ട് അദ്ദേഹം പുറത്തോട്ട് പറയുന്നത് ഐ വാസ് ദ ഫസ്റ്റ് ദാറ്റ് ഓപ്പൺഡ് അപ്പ് ദിസ് പാത്ത്. അപ്പം ഈ ഒരു അഫോർസത്തിന് കുറച്ചേറെ പ്രസക്തി ഉണ്ട്. ഹാനുമാൻ ആദ്യമായിട്ട് ഡ്രഗ് പ്രൂവിങ്ങിന്റെ പാത്ത് അദ്ദേഹമാണ് ഹെൽത്തി പേഴ്സൺസിൽ ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സ്വയം പറയുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ് 109 അഫോർസുമാണ് ഓർഗനൺ ഓഫ് മെഡിസിനിൽ. ദെൻ അതിന്റെ ഒരു ഫുട് നോട്ടിൽ ഹോമിയോപ്പതിയുടെ സുപ്പീരിയോറിറ്റി പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒരു മെത്തേഡ് ഓഫ് ക്യൂറിംഗ് ഓഫ് ഡൈനാമിക് ഡിസീസസും നന്നായിട്ടില്ല ഹോമിയോപ്പതിയോളം. കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡ്രോ മോർ ദാൻ വൺ സ്ട്രേറ്റ് ലൈൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതി അത്ര കണ്ട് ആക്യുറേറ്റ് ആണെന്നുള്ളതും ഡൈനാമിക് ആണെന്നുള്ളതും പറയുന്ന സുപ്പീരിയോറിറ്റി ഓഫ് ഹോമിയോപ്പതി ജസ്റ്റ് ആ ഫുട് നോട്ടിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒരു സെക്കൻഡ് ഫുട് നോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട്, ഹാനുമാൻ ഈ പാത്ത് ഓപ്പൺ ചെയ്തല്ലോ, ഡ്രഗ് പ്രൂവിംഗ് എന്നുള്ള പാത്ത്, അതിൽ അങ്ങനെ പ്രൂവ് ചെയ്ത് കിട്ടിയ മെഡിസിൻസിന്റെ സിംറ്റംസ് എല്ലാം ഹാനുമാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 3 ബുക്സിലാണ്. ഫ്രാഗ്മെന്റയുടെ പേര് 1805 മെട്രിമെഡിക്ക പ്യൂർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോണിക് ഡിസീസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് പാർട്സ് ഓഫ് ക്രോണിക് ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ബുക്സിലും അദ്ദേഹം പ്രൂവ് ചെയ്ത ഡ്രഗ് പ്രൂവിംഗ് ചെയ്ത മെഡിസിൻസിന്റെ സിംറ്റംസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 110 അഫോർസം 110 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയ്സണിങ്സ് ഒക്കെ, അതായത് ആരെങ്കിലും മിസ്റ്റേക്ക് വഴി എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡെത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊല്ലാനോ ആയിട്ട് പണ്ട് കാലത്തെ ഹിസ്റ്ററിയിൽ പോയ്സണിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചില സ്ഥലത്ത് കളക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഹിസ്റ്ററീസ് ഓഫ് പോയ്സണിങ്സ് എന്ന് പറഞ്ഞിട്ട്. അത് എന്തിനാന്ന് വെച്ചാൽ വാൺ ചെയ്യാനാണ്. ചിലവരെ അതിന്റെ യൂസ് ചെയ്യുന്ന വാൺ ചെയ്യാൻ വേണ്ടിയിട്ടും ചിലവര് സ്വന്തം സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ അന്ന് അവരാരും ചിന്തിച്ചിരുന്നില്ല ഈ ഹിസ്റ്ററി ഓഫ് പോയ്സണിങ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്യുവർ മെറ്റിനമെഡിക്കയുടെ ട്രൂ ആയിട്ടുള്ള റൂഡിമെന്റ്സ് ആണെന്ന്, ഫസ്റ്റ് റൂഡിമെന്റ്സ് ആണെന്ന് അവരന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ML ടൈലറിന്റെ ഒക്കെ ഡ്രഗ് പിക്ചറിനകത്ത് കൃത്യമായിട്ട് പറയാറുണ്ട്,
ആരെയൊക്കെ എന്തൊക്കെ വിഷം കൊടുത്തിട്ട് കൊന്നിട്ടുണ്ട്, എങ്ങനെയായിരുന്നു എന്നൊക്കെ. കാരണം കോണിയമ്മയൊക്കെ വായിക്കുമ്പോൾ സോക്രട്ടസിന്റെ കഥ പറയുന്നുണ്ട്. അസെൻഡിങ് പാരാലിസിസ് വന്നു, നടന്നു, പിന്നെ നടക്കാൻ പറ്റിയില്ല, കിടന്നു, അങ്ങനെയാണ് ഗ്രാജുവലി ഡെത്ത് വന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. സോ ശരിക്കും പറഞ്ഞാൽ അത് മെറ്റിനോമിഡിക്കയുടെ ഇത് പറയുന്നത് നോർമൽ ഹിസ്റ്ററി പോയ്സണിങ്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നത് അന്ന് അവർ ചിന്തിച്ചില്ല. പക്ഷെ ഹാനുമാൻ അറിയാം ഇതുപോലെ ഉള്ളിൽ പോയ്സൺ എടുത്തിട്ടല്ല, മെഡിസിൻ എടുത്തിട്ടാ, നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള മെഡിസിൻ എടുത്തിട്ടാ, മോഡറേറ്റ് ഡോസസിൽ എടുത്തിട്ടാ പ്രൂവിങ് നടക്കുന്നത്. പക്ഷെ അന്ന് അവരതൊന്നും ചിന്തിച്ചിരുന്നില്ല. സോ ജസ്റ്റ് ഒരു ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ പോലെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനകത്ത്. അത് അഫോർസം 110 ആണ്. ദെൻ അഫോർസം 111 മെഡിസിനൽ സബ്സ്റ്റൻസസ് ഒക്കെ ആക്ട് ചെയ്യുന്നത് ഫിക്സഡ് എറ്റേണൽ ലോസ് ഓഫ് നേച്ചർ ബേസ് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ്. ദെൻ ഇനി പറയുന്നത് നാർക്കോട്ടിക് മെഡിസിൻസിന്റെ കാര്യമാണ്. നാർക്കോട്ടിക് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ അഫോർസം 113 പറയുന്നുണ്ട് പ്രൈമറി ആക്ഷനിൽ സെൻസിബിലിറ്റി എല്ലാം എടുത്തു പോകുന്ന കാരണം റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡറി ആക്ഷനിലാണ് കുറച്ചൊരു ഇൻക്രീസ് സെൻസിബിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സിംറ്റംസ് കിട്ടും. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാ ഡ്രഗ്സിലും പ്രൈമറി ആക്ഷനാണ് നോക്കേണ്ടത്. അതിനൊരു എക്സെപ്ഷൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് പറയുന്നുണ്ട് 114. 115 പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ആണ്. അതായത് ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് പ്രൈമറി സെക്കൻഡറി ആക്ഷൻ ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ആക്ഷൻ തന്നെ അതിന്റെ പല പരോക്സിസത്തിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ് കാണിക്കുന്നതാണ് ഈ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്. എന്താ പറയാ, ഒരു പ്രൈമറി സിംറ്റം എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആയിരിക്കാം. സെക്കൻഡറി സിംറ്റം എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്നത് സാഡ്നെസ് എന്ന് പറയുന്നത് മേ ബി സെക്കൻഡറി ആവണം എന്നില്ല, സെക്കൻഡറി ആക്ഷൻ ആയിരിക്കണം എന്നില്ല. അത് മേ ബി പ്രൈമറിയുടെ തന്നെ ഒരു ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരും. പക്ഷെ നമ്മൾ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഇപ്പം ഈ വന്നിരിക്കുന്ന സെക്കൻഡറി ആക്ഷൻ ആണോ അതോ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ, പ്രൈമറിയുടെ തന്നെ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ആണോ എന്ന് എങ്ങനെ നമ്മൾ അറിയും? വീണ്ടും ഒരു ഓൾട്ടർനേഷൻ കാണുകയാണെങ്കിൽ നമുക്കത് അറിയാം, അത് ശരിക്കും പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ആണ്. പക്ഷെ ഹാപ്പിനെസ് കഴിഞ്ഞ് സാഡ്നെസ് മാത്രമായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് സെക്കൻഡറി ആക്ഷൻ ആയിരുന്നു എന്ന്. നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സോ അഫോർസം 115 ആണ് ഓൾട്ടർനേറ്റിംഗ് ആക്ഷനെ പറ്റി പറയുന്നത്. പ്രൈമറി ആക്ഷന്റെ തന്നെ വേരിയസ് പരോക്സിസംസ് ആണ് ഈ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഫോർസം 116 അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പ്രൂവിങ് ഇൻ ഗ്രൂപ്പ്സ്, അതായത് 1-2 ആൾക്കാരിൽ മാത്രമല്ല ഒത്തിരി പേരിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ കൊടുത്ത് പ്രൂവ് ചെയ്യണം എന്നാ പറയുന്നത്. 117 ആണെങ്കിൽ ഇഡിയോസിൻക്രസി ആണ് പറയുന്നത്. ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡ് ആണ് കേട്ടോ. അപ്പം ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില പെക്യൂലിയർ കാര്യങ്ങൾ ഓരോരുത്തർ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക, അത് കുറച്ച് പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ ഹെൽത്തി ആയിട്ടിരിക്കും, ചില സമയത്ത് അവർക്ക് വന്നിട്ട് ഒരു കുറെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് അവർ പോകും. അപ്പം ഈ ഇഡിയോസിൻക്രസി ഒരു വ്യക്തിയിൽ ഉണ്ടാവാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ ഒരു ഇൻഹറന്റ് പവർ ഉണ്ടാവണം ഇൻഫ്ലുവൻസിങ് സബ്സ്റ്റൻസിന്. അതിപ്പം റോസ് ആവട്ടെ, മസിൽ ആവട്ടെ, ക്രാബ് ആവട്ടെ, സുമച്ച് ലീവ്സ് ആവട്ടെ, എന്താണോ ആ ഇൻഫ്ലുവൻസിങ് സബ്സ്റ്റൻസ് അതിന്റെ ഒരു ഇൻഹറന്റ് പവർ ആ വ്യക്തിയിൽ ഉണ്ടാവണം. പിന്നെ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് കേപ്പബിൾ ആയിരിക്കണം ഇതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകാൻ വേണ്ടി. അങ്ങനെ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയിൽ ഇഡിയോസിൻക്രസി നടക്കത്തുള്ളൂ. അപ്പൊ ഈ ഇഡിയോസിൻക്രറ്റിക് ഇൻഡിവിജ്വലിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ നല്ല പ്രൂവേഴ്സ് ആയിരിക്കും. കാരണം അത്രയും ഡെലിക്കേറ്റ് ആയത് കാരണം അത് നല്ലവണ്ണം ഡൈനാമിക് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല പ്രൂവിങ്സ് കിട്ടും ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിക്കിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇഡിയോസിൻക്രസിയിൽ 2 കാര്യം, ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ ഓൾറെഡി ഹെൽത്തി ആയിരിക്കും, പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസിങ് സബ്സ്റ്റൻസ് വന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ വൈറ്റൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോഴത്തേക്ക് ആ ഇൻഫ്ലുവൻസിങ് സബ്സ്റ്റൻസിന്റെ പവർ കാരണം അവർക്ക് കുറച്ച് സിംറ്റംസ് വരും. അത്രയേ ഉള്ളൂ. സോ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു വാക്കുണ്ട് പെക്യൂലിയർ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരത്തെ ഒരു റോബസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് അഫോഴ്സ് ആണെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. കൺജനൈറ്റൽ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അസർട്ടണബിൾ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ഓരോ അഫോർസംസിനകത്തുണ്ട്. ഓക്കെ, ഗുഡ്. ഒരെണ്ണം കിട്ടി. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, എന്നാലേ പഠിക്കത്തുള്ളൂ. അപ്പം നമുക്ക് റോബസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പെക്യുലർ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കൺജനൈറ്റൽ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അസർട്ടണബിൾ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ എവിടെയൊക്കെയാന്ന്. കാരണം എപ്പോഴെങ്കിലും ചോദിച്ചാൽ ആ ഒരു മാർക്ക് നമുക്ക്. സോ ഇഡിയോസിൻക്രസിയുടെ
മൈക്ക് ഓൺ ആണോ? ഓക്കെ. ഇഡിയോസിൻക്രസിയുടെ കുറച്ച് ഫുട് നോട്ട് ആ ഒരു അഫോർസം 117 ഫുട് നോട്ടിൽ പറയുന്നത് സ്മെൽ ഓഫ് റോസസ്, അത് എന്തൊക്കെയാണ് ഇഡിയോസിൻക്രറ്റിക് ആയിട്ടുള്ള തിങ്സ് എന്നുള്ളതാണ്. സ്മെൽ ഓഫ് റോസസ് ഉണ്ട്, പാർട്ടേക്കിംഗ് ഓഫ് മസിൽസ് ഉണ്ട്, ക്രാബ്സ് ഉണ്ട്, റോ ഓഫ് ബാർബൽ, സുമച്ച് ലീവ്സ്. സുമച്ച് എന്നൊക്കെ പറഞ്ഞാൽ റെസ് ഗ്ലാബ്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോക്സ് ഫാമിലിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റിന്റെ ലീവ്സ് ആണ്. പിന്നെ അതിന് തന്നെ സെക്കൻഡ് ആയിട്ട് പറയുന്നുണ്ട് പ്രിൻസസ് മെരിയ പോർഫൈറജിനിറ്റ, അവരുടെ എന്താ ബ്രദറിനെ റീസ്റ്റോർ ചെയ്തു പെയിന്റിംഗ് ചെയ്യുന്ന ഈ റോസ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട്. പക്ഷെ ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് ആണ്, അത് ബ്രദർ അല്ല ഫാദർ ആണ് അത്രേ. പിന്നെ അതുപോലെ സിങ്കോപ്പിന്റെ കേസിൽ വേറൊരു റോസ് വിനീഗർ യൂസ് ചെയ്ത ഹോർസിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരുകൾ ഓർത്തു വെക്കുക. ഇഡിയോസിൻക്രസിയിലാണെന്ന് നിങ്ങൾക്ക് കണ്ടീഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാകും. ഓർത്തു വെക്കുക, ഇതിന്റെ ഫുട് നോട്ടിലാണ് എന്നുള്ള ഓർത്തു വെക്കുക. ഇനി അടുത്ത 118 അഫോർസത്തിൽ പറയുന്നത് മെഡിസിനൽ ആക്ഷന്റെ ഇൻഡിവിജ്വാലിറ്റി ആണ്. അപ്പം ഓരോ മെഡിസിൻസിന്റെ ആക്ഷൻസിനും അവർക്ക് അതിൻ്റെതായ അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുട് നോട്ടിൽ 118 ഫുട് നോട്ടിലും ആൽബർട്ട് വോൺ ഹാലറിനെ പറ്റി ഹാനിമാൻ പറയുന്നുണ്ട്. അതും എന്താന്ന് വെച്ചാൽ ഓരോ മെഡിസിൻസിന്റെ ആക്ഷനും ഡിഫറെന്റ് ആണ്. ഒരേ ഫാമിലി ആണെങ്കിൽ എല്ലാവർക്കും ഒരേ ആക്ഷൻ അല്ല, അവർക്ക് തന്നെ അതിന് ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഹാനിമാന് മുന്നേ ആൽബർട്ട് വോൺ ഹാലറും പറഞ്ഞിരുന്നു. സോ ആ ഒരു ക്രെഡിറ്റും കൂടെ ഹാനിമാൻ പറയുന്നുണ്ട് ഇവിടെ. 118 ഫുട് നോട്ടിലും 108 ഫുട് നോട്ടിലും നമുക്ക് ആൽബർട്ട് വോൺ ഹാലറിനെ മെൻഷനിങ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത അഫോർസം 119 ഫുട് നോട്ടിൽ സറോഗേറ്റ്സിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കും ഈ റീജിയനിൽ സറോഗേറ്റ്സ് വരുന്നത്. നമ്മളെ മെഡിസിൻസിന് ഓരോ ഇൻഡിവിജ്വൽ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഓരോ ഡ്രഗിനും, അതായത് എല്ലാ പ്രോപ്പർട്ടീസിലും എന്തെങ്കിലും ഒരു ഫിസിക്കലോ കെമിക്കലോ മിനറലോ എന്തൊരു പ്രോപ്പർട്ടിയിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ സറോഗേറ്റ്സ് ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് റീസൺ അറിയാലോ എന്തുകൊണ്ടാണ് സറോഗേറ്റ്സ് ഇല്ല എന്ന്. അത് 119 ഫുട് നോട്ടിലാണ് പറയുന്നത്. ഇനി 121 നമ്മുടെ ഡ്രഗ് പ്രൂവിങ്ങിന് ഡോസേജ് വേണമല്ലോ. മോഡറേറ്റ് ഡോസസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ എപ്പോഴും എല്ലാ സബ്സ്റ്റൻസിനും ഡ്രഗ് സബ്സ്റ്റൻസിനും ഒരേപോലത്തെ ഉള്ള പവർ ആയിരിക്കില്ല. സോ അങ്ങനെ വരുമ്പോൾ സ്ട്രോങ് ഹീറോയിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ നമ്മൾ നല്ല പവർഫുൾ അല്ലേ, അതൊക്കെ സ്മോൾ ഡോസസിൽ കൊടുക്കണം. അത്രത്തോളം സ്ട്രോങ് ഹീറോയിക് സബ്സ്റ്റൻസിന് അത്രയും പവർ ഇല്ലാതെ കുറച്ചും കൂടെ മൈൽഡർ പവർ ആയിട്ടുള്ള ഡ്രഗ്സ് കുറച്ച് കൺസിഡറബിൾ ക്വാണ്ടിറ്റിയിലേ കൊടുക്കാവൂ. വളരെ വീക്ക് ആയിട്ടുള്ള പവർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെങ്കിൽ ഹെൽത്തി, വളരെ ഡെലിക്കേറ്റും വളരെ ഇറിറ്റബിളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിൽ വേണം ട്രൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോസസ് ഓഫ് ഡ്രഗ് പ്രൂവിങ് വന്നിട്ട് ഹാനിമാൻ ഇങ്ങനെ പറയുന്നുണ്ട്. സ്ട്രോങ് ഹീറോയിക് ഡോസസ് എങ്ങനത്തെ ഡോസിലാണ് കൊടുക്കേണ്ടത്, അതിനേക്കാളും കുറച്ചും കൂടെ മൈൽഡർ പവർ ഉള്ള ഡ്രഗ് സബ്സ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ്, വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള പവർ ഉള്ളത് വളരെ ഡെലിക്കേറ്റ് ഇറിറ്റബിൾ സെൻസിറ്റീവ് പേഷ്യൻസിൽ കൊടുക്കുമ്പോൾ നല്ല പ്രൂവിങ്സ് ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് അഫോർസം 122. അഫോർസം 122 ജെനുവിൻ ആയിട്ടുള്ള മെഡിസിനൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജിൻസങ് ഒക്കെ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആഫ്രിക്കൻ ജിൻസങ് ഉണ്ട്, അമേരിക്കൻ ജിൻസങ് ഉണ്ട്, ചൈനീസ് ജിൻസങ് ഉണ്ട്. പക്ഷേ ഹാനിമാൻ പറയുന്നത് അത് ഏത് ജിൻസങ് ആണോ അത് അതിന്റെ പ്യുവർ ഫോമിൽ തന്നെ മാക്സിമം എടുത്തിട്ട് പ്രൂവിങ് ചെയ്യാൻ നോക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്യൂരിറ്റി ആൻഡ് ജെനുവിൻനെസ് ആൻഡ് അതുപോലെ തന്നെ നല്ല എനർജിയിലുള്ള ഒരു ഡ്രഗ്. ഇപ്പോൾ ഒരു ലാൻഡിലുള്ളതിന്റെ എനർജി ആയിരിക്കില്ല വേറൊരു ലാൻഡിൽ അത് വളരുമ്പോൾ ഉള്ളത്. സോ അതെല്ലാം നോക്കിയിട്ട് മെഡിസിനൽ സബ്സ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വളരെയധികം ജെന്യൂനും പ്യൂറും ആയിരിക്കണം. ക്വാളിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ബി പ്രൂവ്ഡ് എന്നുള്ളതാണ് ഈ ഒരു അഫോറിസം കൊണ്ട് ഹാനിമാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് ജെന്യൂൻ മെഡിസിൻ സബ്സ്റ്റൻസ് ചോദിക്കുവാണെങ്കിൽ ഓർക്കുക അഫോർസം 122. ആൻഡ് അഫോർസം 123 പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ ഉണ്ട്. അതായത് നമ്മൾ ഓരോ മെഡിസിൻസും അൺഅഡൾട്ടേർഡ് ഫോമിൽ എടുക്കുമ്പോഴത്തേക്ക് ചില ചേഞ്ചസ്, ഇപ്പൊ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് കുറച്ച് ആൽക്കഹോളും കൂടെ ആഡ് ചെയ്യുക. എന്തിനാ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നത്? സ്പോയിലിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്, ഡീകമ്പോസിഷൻ ഉണ്ടാകാതിരിക്കാനാണ്. ആൽക്കഹോൾ ആഡ് ചെയ്തില്ലെങ്കിൽ ഡീകമ്പോസ്ഡ് ആയി പോകും ജ്യൂസ്. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്യുക. ഇപ്പൊ എക്സോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾ സബ്സ്റ്റൻസ് ആണ്, അവർ പൗഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ ടിഞ്ചർ ഫോമിലാണെങ്കിൽ വിത്ത് ആൽക്കഹോൾ ആണെങ്കിലും കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്യണം നമ്മൾ, എന്നിട്ട് വേണം നമ്മളത് കൺസ്യൂം ചെയ്യാനായിട്ട്. പിന്നെ സോൾട്ടും ഗംസ് ഒക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്.
അപ്പം ഓരോ മെഡിസിൻസും നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ്, പ്രൂവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഹാനുമാൻ ചെറിയ ചെറിയ അഡ്വൈസസ്, പ്രിപ്പറേഷൻ എങ്ങനെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഫോർസത്തിൽ. ഡ്രൈ സ്റ്റേറ്റിൽ ആദ്യം ആ ലീവ്സ് ഒക്കെ നമ്മൾ ഹെർബ്സിനെയൊക്കെ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കിയിട്ട് ബോയിലിംഗ് വാട്ടർ അതിലോട്ട് പോർ ചെയ്യണം. എന്തിനാ ബോയിലിംഗ് വാട്ടർ പോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മെഡിസിനൽ ആയിട്ടുള്ള ആ എല്ലാ പ്രോപ്പർട്ടീസും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ വാം ആയിട്ട് തന്നെ ആ ബോയിലിംഗ് വാട്ടർ ഒന്ന് ജസ്റ്റ് വാം ആയിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻഫ്യൂഷൻ എടുക്കുക. അപ്പം എന്താ പറയാ, ശരിക്കും ഹാനുമാൻ പ്രിപ്പറേഷനിൽ ചിലതിൽ ആൽക്കഹോൾ, ഇൻഡിജിനസ് പ്ലാന്റിൽ ആൽക്കഹോൾ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, എക്സോട്ടിക്കിൽ കുറച്ചും കൂടെ വാട്ടർ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, സോൾട്ട് ആൻഡ് ഗം വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡ്രൈ സ്റ്റേറ്റിലുള്ളത് ഹെർബിനെ കട്ട് ചെയ്തിട്ട് ബോയിലിംഗ് വാട്ടർ ആഡ് ചെയ്തിട്ട് വാമായിരിക്കും കുറച്ചു നേരം കഴിഞ്ഞ് വാമായിട്ടിരിക്കുമ്പോൾ അതിനെ സ്വോളോ ചെയ്യാൻ പറയുന്നുണ്ട്. സോ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഒരു പ്രൂവിങ്ങിന്റെ ഇടയ്ക്ക് എടുക്കണം എന്നാണ്. ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് ഹാനിമാൻ ഈ പൊട്ടൻസിയിൽ ഇങ്ങനെ ആകുന്നത് വരെ അതിന് മുന്നേ ഉള്ള ഒരു ടൈമിലുള്ള കാര്യങ്ങളാണ് ഹാനിമാൻ എക്സാക്ട്ലി പറയുന്നത്. അന്ന് ഹാനിമാൻ ഇതൊക്കെയാണ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. സോ അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളുമായി ഇനി ഈ പ്രൂവിങ് ചെയ്യുന്ന പ്രൂവറിന്റെ ഡയറ്റിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ എന്തൊക്കെയാ അവോയ്ഡ് ചെയ്യേണ്ടത്? സ്പൈസസ്, ഗ്രീൻ വെജിറ്റബിൾസ്, റൂട്ട്സ്, സാലഡ്സ്, ഹെർബ് സൂപ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഒരുവിധപ്പെട്ട വെജിറ്റബിൾസിന്റെ കുറേ കാര്യങ്ങൾ, സ്പൈസസ്, ഹെർബ്സ്, അതായത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തു. പിന്നെ അപ്പോൾ അവർക്ക് എന്താ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്? അത് അവരുടെ ഫുഡ് നോട്ടിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. യങ് ഗ്രീൻ പീൻസ്, ഗ്രീൻ ഫ്രഞ്ച് ബീൻസ്, ക്യാരറ്റ്സ് എല്ലാം പറ്റും. 6th എഡിഷനിൽ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു, ബോയിൽഡ് പൊട്ടറ്റോസ്. ആൻഡ് നമ്മൾ ഈ സ്റ്റിമുലൻസ് ഒന്നും യൂസ് ചെയ്യരുത്. അഥവാ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രൂവിങ്ങിന് കുറെ നാൾ മുന്നേ തന്നെ ഈ ഇൻജൂരിയസ് ബിവറേജസിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ആൻഡ് നമ്മുടെ ഡയറ്റ് വളരെ പ്യൂർലി ന്യൂട്രീഷ്യസ്, സിമ്പിൾ ക്യാരക്ടർ ആയിരിക്കണം. ഇത്രയാണ് ഹാനിമാൻ പറഞ്ഞിട്ടുള്ളത്. സോ കൺസെപ്ഷനിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണിത്. ഹാനിമാൻ എന്ത് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത്യാവശ്യം അറിഞ്ഞു വെച്ചേക്കാം, ബാക്കി നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ ക്യാരറ്റ്, യങ് ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് ബീൻസ് ഒക്കെ കൺസ്യൂം ചെയ്യാം, ബോയിൽഡ് പൊട്ടറ്റോസും കൺസ്യൂം ചെയ്യാം. അപ്പം ഇത് ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ഫുഡ് നോട്ടിലുള്ള ആ ഒരു 4 സബ്സ്റ്റൻസിന്റെയും വെജിറ്റബിൾസിന്റെയും ആ പേര് നിങ്ങൾക്ക് ഓർമ്മ വേണം. അഫോർസും 125 ഫുഡ് നോട്ട് ആണെന്ന് ഓർമ്മ വേണം. സോ ഇനി നമ്മൾ കാണുന്നത്, നമ്മളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബിവറേജസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു പ്രൂവറിന്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, എല്ലാ ഓവർ എക്സർഷൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി പാടില്ല, ഡിസിപ്പേഷൻസ്, ഡിസ്റ്റർബിംഗ് പാഷൻസ് ഒന്നും പാടില്ല, അർജന്റ് ബിസിനസ് ഒന്നും പാടില്ല, വളരെയധികം കെയർഫുൾ സെൽഫ് ഒബ്സർവേഷനിലായിരിക്കണം. ഒന്ന് പ്രൂവിങ്ങിന്റെ സമയത്ത് അവർ ആരും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഗുഡ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആയിരിക്കണം, സഫീഷ്യന്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് വേണം. ഇന്റലിജൻസ് എന്തിനാ വേണ്ടത്? ആക്യുറേറ്റ് ആയിട്ടുള്ള സെൻസേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാനാണ് ഇന്റലിജൻസ് വേണ്ടത്. സോ ഇത് ഇത്രയും നമ്മുടെ പ്രൂവറിന്റെ ക്വാളിറ്റീസാ. സോ 125 പ്രൂവറിന്റെ ഡയറ്റ് പറയുന്നുണ്ട്, മൈൻഡ് ഓഫ് ദ പ്രൂവർ അല്ലെങ്കിൽ പ്രൂവറിന്റെ ക്വാളിറ്റീസ് മെൻഷൻ ചെയ്യുന്നത് 126 ഈ ഇങ്ങനെയുള്ള ഒരു 3 അഫോർസംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് 4 അഫോർസംസ് 125 to 128 നിങ്ങൾക്ക് ഒരുപാട് MCQs ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതിൽ നല്ലോണം ശ്രദ്ധ വേണം. 127 മെഡിസിൻസ് എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസിൽ വരണം എന്ന് പറയുന്നുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ സെക്ഷൽ സ്ഫിയറിലുള്ള എല്ലാ ഓൾട്ടറേഷൻസും റിവീൽഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സെക്സസിലും അത് എന്താ പറയാ പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് 128 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അഫോർസമാണ്. ഡൈനാമിക് ഡ്രഗ്സ് ആണ് ഈ പ്രൂവിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. 4 to 6 സ്മോൾ ഗ്ലോബ്യൂൾസ്, 30 പൊട്ടൻസിയിൽ, എംപ്റ്റി സ്റ്റൊമക്ക് ഇൻ മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അതെങ്ങനെയാണ് എടുക്കാന്ന് വെച്ചാൽ ഡിസോൾവ് ആകാം, വേണമെങ്കിൽ ഇൻ മോർ ഓർ ലെസ് വാട്ടർ, ആൻഡ് സെവറൽ ഡേയ്സ് ഒരു സിംറ്റം പ്രൊഡ്യൂസ്ഡ് ആകുന്നവരെ അയക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് പറയുന്നത്, നമ്മുടെ ഡ്രഗ് പ്രൂവിങ്ങിൽ സിംറ്റംസ് കിട്ടുമ്പോഴത്തേക്ക് അതിന്റെ ഓർഡർ ഓഫ് സക്സഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ മെഡിസിന്റെ ജീനിയസിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നമുക്ക് ആവശ്യമാണ്. എങ്കിലേ നമുക്കത് കൃത്യമായിട്ട് എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഇവിടെ പോയി ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെഡിസിൻ മീൻസ് ഒരു സിംറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓർഡർ ഓഫ് സക്സഷൻ ഓഫ് സിംറ്റംസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
പറയുന്ന ഒരു അഫോർസമാണ് അഫോർസം 130, നോളജ് ഓഫ് ജീനിയസ് ഓഫ് മെഡിസിൻ. അപ്പൊ ജീനിയസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണുകയാണെങ്കിൽ 130 എഴുതുക. ആൻഡ് 132 അഫോർസത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംറ്റം കിട്ടുമ്പോഴത്തേക്ക് പേഷ്യന്റ് റെക്കോർഡ് ചെയ്യും മാക്സിമം എക്സാക്ട് ക്യാരക്ടറിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു സെൻസിറ്റീവ് പേഴ്സണിലാണെങ്കിലും ആരിലാണെങ്കിലും ഇപ്പൊ വീക്ക് മെഡിസിൻ സബ്സ്റ്റൻസ് കൊണ്ട് പ്രൂവ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു സിംറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് ക്യാരക്ടർ വൈസ് നന്നായിട്ട് എഴുതുക. അത് സിംറ്റംസ് മാക്സിമം കംപ്ലീറ്റ് ആക്കി എഴുതാൻ തന്നെ നോക്കുക പേഷ്യൻസ് പറയുന്നത് വെച്ചിട്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് 135 നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് ബോത്ത് സെക്സസിലെന്ന് 127 പറഞ്ഞായിരുന്നു പ്രൂവിങ്ങില്. വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസിലും ബോത്ത് സെക്സസിലും നമ്മൾ പ്രൂവിങ്ങിന് എന്താ പറയാ പ്രൂവിങ് ചെയ്യണം എന്ന് പറയുന്ന അഫോർസുമാണ് ഈ 135 എന്ന് പറയുന്ന അഫോർസും. ഇനി പറയുന്നത് നമുക്ക് സാധാരണ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹെറിങ്സ് ലോ ഓഫ് ക്യൂർ ബേസ് ചെയ്തിട്ടൊക്കെ ക്യൂർ ചെയ്യാറുണ്ട് അല്ലേ. അതെന്താ പറയുന്നത്, നമുക്ക് ഓൾഡ് സിംറ്റംസ് ഒക്കെ റീഅപ്പിയർ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചില പേഷ്യൻസിൽ പ്രൂവിങ്ങിന്റെ സമയത്തിൽ ചില ഓൾഡ് സിംറ്റംസ് ചിലപ്പം നേരത്തെ ഒരു ഡ്രഗ് ചെയ്തപ്പോൾ അവർക്ക് പ്രൂവ് ആയി വന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില സിംറ്റംസ് വരുമ്പോൾ ആ റെക്കറൻസ് ഓഫ് സിംറ്റംസ് നമുക്ക് വീണ്ടും വേറൊരു ഡ്രഗിൽ പ്രൂവ് ചെയ്യുക, അതേ ഡ്രഗിൽ വേറൊരു പൊട്ടൻഷ്യയിൽ പ്രൂവ് ചെയ്യുന്നത് എന്താണെങ്കിലും വേറെ പൊട്ടൻഷ്യൽ വേറെ ഡ്രഗ്സിൽ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പെക്യുലാരിറ്റിയാണ് ആ പേഴ്സന്റെ. അതിനപ്പുറം തന്നെ ആ ഒരു മെഡിസിന്റെ എഫക്റ്റ്, ആ ഒരു മെഡിസിന് ഇങ്ങനെ ഒരു സിംറ്റം എക്സൈറ്റ് ചെയ്യിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതും കൂടെ നോക്കണം. അപ്പം റെക്കറൻസ് ഓഫ് സിംറ്റം പ്രൂവിങ്ങിൽ വരുന്നത്, ഡിസീസിലല്ല പ്രൂവിങ്ങിൽ വരുന്നത് അഫോർസം 138 ആണെന്ന് ഓർക്കണം. അത് എഫക്റ്റ് ഓഫ് മെഡിസിൻ കൊണ്ടാണ്, പേഷ്യന്റിന്റെ ഒരു ചെറിയ ഡിസ്പോസിഷനും അതിനകത്തുണ്ട്. പക്ഷെ പെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് മെഡിസിൻ കൊടുത്താലും അതേ സിംറ്റം വരില്ലല്ലോ. അപ്പം ആ അതേ സിംറ്റം തന്നെ ഏത് മെഡിസിൻ കൊടുത്താലും ആ പേഷ്യന്റിൽ വരുമ്പോഴത്തേക്ക് അത് ആ മെഡിസിന്റെ കൂടെ ക്വാളിറ്റി ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം നമ്മള്. അതാണ് റെക്കറൻസ് ഓഫ് സിംറ്റംസ് ഇൻ പ്രൂവിംഗ് എന്ന് പറഞ്ഞ് ഹാനുമാൻ പറയുന്നത് അഫോർസം 138. ആൻഡ് 139 ലിറ്ററേറ്റ് പ്രൂവർ പറയുന്നുണ്ട്. 140 ലിറ്ററേറ്റ് പ്രൂവർ നമുക്കറിയാം, അവിടെ ഫിസിഷ്യന് ലിറ്ററേറ്റ് പ്രൂവറിലും ഫിസിഷ്യന് റോൾ ഉണ്ട്. ഒരുപാട് റോള് കൂടുതലുള്ളത് ഇലിറ്ററേറ്റ് പ്രൂവറിലാണ്. കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത കാരണം കൃത്യമായിട്ട് സെൻസേഷൻസ് നോട്ട് ചെയ്ത് പ്രൂവർ എഴുതണം. പക്ഷെ ലിറ്ററേറ്റ് ആയിട്ടുള്ള പ്രൂവർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഫിസിഷ്യന് റോള്, അവിടെ എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിട്ടുള്ള ആ സെൻസേഷൻ സഫറിങ്സോ ആക്സിഡൻസോ എന്താണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിൽ ലുക്ക് ഓവർ ചെയ്യാനാണ് ഫിസിഷ്യന്റെ റോള്. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യന്റിന്റെ മെമ്മറിയിൽ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഡേ ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എൻക്വയർ ചെയ്യണം. എക്സാക്ട് നേച്ചർ എന്തായിരുന്നു, അവർ ഈ എഴുതിയത് തന്നെയാണോ നോക്കാനായിട്ട് നമ്മൾ എൻക്വയർ ചെയ്യണം. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ആഡപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഫിസിഷ്യൻ തന്നെ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ലിറ്ററേറ്റ് പ്രൂവറിന്റെ കേസിൽ പറയുന്നതാണ്. നമ്മൾ വിചാരിക്കില്ല ഫിസിഷ്യന് റോൾ ഇല്ല എന്നായിരിക്കും കൂടുതലും കരുതുന്നത്. ഫിസിഷ്യന് രണ്ടിലും റോൾ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇലിറ്ററേറ്റ് പ്രൂവർ അറിയാലോ, അഫോർസം 140 ആണ്, അവർക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ അവരുടെ ഫിസിഷ്യൻസ് അവരുടെ സെൻസേഷൻസ് എല്ലാം കേട്ട് നന്നായിട്ട് എഴുതണം. എല്ലാം റെക്കോർഡിക്കലായിട്ട് കൃത്യമായിട്ട് വരണം. ആൻഡ് അഫോർസം 141 പറയുന്നത് ഫിസിഷ്യൻ ഇസ് ദ ബെസ്റ്റ് പ്രൂവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിഷ്യൻ എന്തുകൊണ്ടാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൂവർ എന്ന് പറയുന്നത്, ഐഡിയൽ പ്രൂവർ എന്ന് പറയുന്ന ഫിസിഷ്യൻ ആണെന്ന് പറയും അഫോർസം 141. അതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് പറയുന്നത് അതിന്റെ ഫുട് നോട്ടിലാണ്. അവിടെ ഒരു 4-5 പോയിന്റ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഫിസിഷ്യൻ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഹെൽത്ത് അൺഓൾട്ടറബിൾ ആവും, വളരെ റോബസ്റ്റ് ആവും പേഷ്യന്റ്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം സെൻസേഷൻസും മോഡ് ഓഫ് തിങ്കിങ് ഡിസ്പോസിഷൻ എല്ലാം മനസ്സിലാവും. ഒരു നല്ലൊരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒബ്സർവർ ആകാൻ വേണ്ടിയിട്ട് ഫിസിഷ്യന് സാധിക്കും. അപ്പം കൂടുതൽ ട്രയൽസ് വീണ്ടും ചെയ്യാനായിട്ട് ഒരു ന്യൂ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ ഓഫ് മെഡിസിൻസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ന്യൂ ഇൻഡ്യൂസ്മെന്റ് ആകും ഇങ്ങനെ ഒരു പ്രൂവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്നതൊന്നും ചുമ്മാ അല്ല, യഥാർത്ഥത്തിൽ പ്രൂവിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് വരും എന്നുള്ളതും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് സെൻസേഷൻസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഒരു ഫിസിഷ്യന് സാധിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് there are so many advantages of proving the medicine on himself എന്ന് പറയുന്നത്. ആൻഡ് the best prover is the physician himself എന്ന് ഹാനുമാൻ തീർത്തും പറയുന്നത്.
ആൻഡ് നെക്സ്റ്റ് ഈസ് മെറ്റിരമെഡിക്ക. അപ്പൊ നമ്മളിങ്ങനെ പ്രൂവിങ് നടത്തി അതിന് കുറെ കാര്യങ്ങളും ഡയറ്റും റെസ്ട്രിക്ഷൻസും എല്ലാം നോക്കി നല്ലൊരു പ്രൂവറിനെ സെലക്ട് ചെയ്തിട്ട് മെഡിസിൻസിന്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡേ ബുക്ക് ഒക്കെ വെച്ച് കൃത്യമായിട്ട് എടുത്ത് മെഡിസിൻസ് ഒക്കെ നോക്കി അത് റെക്കോർഡിക്കലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത് ആദ്യം വരുന്ന ഇപ്പോൾ ട്രൂ മെറ്റിരമെഡിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറേ മെഡിസിനൽ സബ്സ്റ്റൻസിന്റെ ആക്ഷന്റെ ഒരു എന്താ പറയാ ഒരു റിയൽ പ്യൂർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒരു ഇതാണ്, എന്താ പറയാ, ഒരു ബുക്കാണ്. അപ്പൊ അതിനകത്തുള്ള മെറ്റിരമെഡിക്കലുള്ള സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇനി ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രൂ മെറ്റിരമെഡിക്ക എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്. അഫോർസം 143 ആണ് ട്രൂ മെറ്റിരമെഡിക്ക. ഇനി അതിന്റെ ഫുട് നോട്ടിൽ ഒരു വ്യക്തിന്റെ കാര്യം പറയുന്നുണ്ട്. നെനിങ് എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ, ഹോം ഫിസിഷ്യനെ പറ്റിയിട്ടാണ് ഇവിടെ ഹാനുമാൻ പറയുന്നത്. നെനിങ് എന്ന് പറയുന്നത് നെനിങ് സിംറ്റംസ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. കൂടുതൽ 5th എഡീഷനിലാണ് അപ്പൻഡിക്സ് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത്. ഒരു 5th ആൻഡ് 6th എഡീഷൻ കമ്പൈൻഡ് ആയിട്ടുള്ള ഓർഗനോൺ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവര് 359 എന്നൊക്കെ ഉള്ള പേജ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ നെനിങ് സിംറ്റംസിനെ പറ്റിയിട്ട് ടുവേർഡ്സ് ലാസ്റ്റ് പേജിന്റെ റൈറ്റ് സൈഡ് ടുവേർഡ്സ് ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് നെനിങ് സിംറ്റംസിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം കുറെ പെയ്ഡ് പ്രൂവിങ്സ് നടത്തി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പേ ചെയ്യും, പ്രൂവിങ്സിന്റെ സിംറ്റംസ് അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ നെനിങ് എന്ന് പറഞ്ഞത് കൂടുതലും ഹാർട്ട് ലോബിന്റെയും ട്രിങ്സിന്റെയും ഒക്കെ മെറ്റിരമെഡിക്കകത്തോട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഹാനുമാൻ ഈ NG എന്ന് പറഞ്ഞിട്ട് അവരുടെ മെറ്റീരിയൽ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവുന്നത് ഈ നെനിങ് കൊടുത്ത സിംറ്റംസിനെയാണ് അവർ NG എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഹാനുമാന് എന്താ പറയാ, ഒരു പ്രിജുറൈസ്ഡ് ഫോം എന്നല്ല, ഹാനുമാൻ കുറച്ചും കൂടെ പ്രിജുറൈസ്ഡ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ സിംറ്റംസിന്റെ കാര്യത്തിൽ, പ്രൂവ്ഡ് സിംറ്റംസിന്റെ കാര്യത്തിൽ. കാരണം ഹാനുമാൻ അത് വിശ്വസനീയമായിരുന്നില്ല. അദ്ദേഹം കെയർലെസ്, പ്രൊലിക്സ്, അൺപ്രിസൈസ് ടേംസിലായിരുന്നു സിംറ്റംസ് റെപ്രസെന്റ് ചെയ്തിരുന്നതെന്നും അദ്ദേഹത്തിന് ഒരു പേരിട്ട് കൊടുത്തു ഹാനുമാൻ. എവർ റെഡി സിംറ്റം മാനുഫാക്ചറർ എന്നാ പറയുന്നത്. അതായത് ഏത് സിംറ്റം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുന്ന ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ അങ്ങനെ ഉള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന, ഒരു സിംറ്റം പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സിംറ്റം മാനുഫാക്ചർ ആയിരുന്നു എന്നാണ് നെനിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പൊ നെനിങ്ങിനെ പറ്റി പറയുന്ന ഫുട് നോട്ട് 143 ഫുട് നോട്ട് ആണ്. പെയ്ഡ് സിംറ്റംസ് ആണ് കൂടുതലും അദ്ദേഹത്തിന്റെ എന്താ പറയാ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് 144 ഇനി പറയുന്നത് നമ്മൾ ട്രൂ മെറ്റിരമെഡിക്ക ഓൾറെഡി 143 പറഞ്ഞു. 144 പ്യൂർ മെറ്റിരമെഡിക്കയാണ് പറയുന്നത്. ഈ പ്യൂർ മെറ്റിരമെഡിക്ക എന്ന് പറഞ്ഞാൽ പ്യൂർ ലാംഗ്വേജ് ഓഫ് നേച്ചറിൽ പ്രൂവ് ചെയ്തിട്ട് അതുപോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ ഓൺ വേർഡ്സോ ഒന്നും നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല. ആൻഡ് 145 ഇത് ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് അതിന്റെ ഫുട് നോട്ടിലാണ് ഈ ഹാനുമാൻ അദ്ദേഹം സ്വന്തമായിട്ട് പ്രൂവിങ്സ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. 109 അഫോർസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഓപ്പൺഡ് അപ്പ് ദിസ് പാത്ത് എന്ന് പറഞ്ഞിട്ട് ഹാനുമാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ 145യുടെ ഫുട് നോട്ടിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, 6th എഡീഷനിൽ അത് വരുമ്പോഴത്തേക്ക് അബൌട്ട് 40 years ago, അറ്റ് ഫസ്റ്റ് അബൌട്ട് 40 years ago എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാ 6th എഡീഷനിൽ അത് വരുന്നത്. ഐ വാസ് ദ ഓൺലി പേഴ്സൺ ഹു മെയ്ഡ് ദ പ്രൂവിങ് ഓഫ് പ്യൂർ പ്രൂവേഴ്സ് ഓഫ് മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ട്, പ്രൂവിങ് ഓഫ് ദ പ്യൂർ പവേഴ്സ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ, സോറി, പവേഴ്സ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോ ഇതുപോലെ കെയർഫുൾ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് പ്രൂവിങ് നടത്തിയിരുന്നത് എന്ന് ഹാനുമാൻ സ്വന്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാനുമാൻ സ്വന്തമായിട്ട് പറയുന്നത് ഇതുപോലെ 109ന്റെ ഫുട് നോട്ടിലും ഉണ്ട്, 145യുടെ ഫുട് നോട്ടിലും കണ്ടിട്ടുണ്ട്. സോ ഇത് ഇത്രയായപ്പോ നമ്മുടെ 2 സെക്ഷൻ ഇന്നത്തത് കഴിഞ്ഞു. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ ഡോക്ടർ, പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുകൂടെ പറയാമോ? നിങ്ങളുടെ റെഫർ ചെയ്യാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ? പെക്യൂലിയർ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ, കൺജനൈറ്റൽ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ, റോബസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റേത് ഡോക്ടർ ഉമീന പറഞ്ഞായിരുന്നു അസർട്ടബിൾ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ.
പിന്നെ ഡൈനാമിക് ആൻഡ് എയർഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക്കലി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് നമുക്ക് ഫുഡ് നോട്ട്സോ അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക്കലി നമ്മൾ പഠിച്ചു വരുന്ന ഫൈനൽ BHMS വരെയുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരു MD ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഹിസ്റ്ററി തൊട്ട് ഇവിടം വരെയുള്ള ഹാനിമാന്റെ എഡിഷൻസിന്റെ ഡിഫറൻസ്, പെക്യൂലാരിറ്റീസ്, ഇയർ, മെഡിസിൻസ്, അതൊക്കെ ബേസിക്കലി നമ്മളിങ്ങനെ പഠിക്കുന്നതാണ്. പക്ഷേ അതിനും അപ്പുറം ചോദിച്ചും ഏതൊക്കെയാണ് മിസ്സിങ് അഫോർസംസ് എന്ന് വരെ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഇതൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ഇനി ചോദിച്ചുകൂടായികയില്ല. മേ ബി 1-2 ഒരു ഇറ്റാലിക്സിലുള്ള ഇൻട്രൊഡക്ഷൻ എന്നുള്ള വേർഡ്സ് വരെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്ത കൂടുതലും നോർത്ത് സൈഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് അങ്ങനെ കണ്ടുവരുന്നുള്ളത്. പക്ഷേ എന്നാലും നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പം ഇത് ഇത്രയും ചോദിച്ചത് നിങ്ങളെടുത്ത്. നമ്മൾ തന്നെ ഒരെണ്ണം നോക്കി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും അത് ഏത് സെക്ഷനിലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞ കേട്ടോ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇന്നല്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട്. ഡോക്ടർ സെക്കൻഡ് കൺജനൈറ്റൽ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിക്കും ചില ഇറ്റാലിക്സിലുള്ള വേർഡ്സ് അല്ലെ അത് ചിലപ്പം എന്താ പറയാ, നമ്മളിപ്പം തിയററ്റിക് മെഡിസിൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ചില വാക്കുകൾ അതൊക്കെ വെച്ചിട്ട് വരെ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. സോ അപ്പം അത്രത്തോളം നമ്മൾ എന്താ പറയാ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു പോവുക. അഫോർസംസ് കംപ്ലീറ്റ് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാനുള്ള ടൈം ഇല്ലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുമ്പോൾ നമ്മളൊന്ന് നോക്കിപ്പോയാൽ നല്ലതായിരിക്കും. അതുപോലെ കുറച്ച് വ്യത്യസ്തമായുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഗ്രൂപ്പിലും നിങ്ങൾ ഡിസ്കഷൻസ് ഇടുവോ ഒക്കെ ചെയ്യുന്നത് നല്ലതാ കേട്ടോ. കാരണം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ചില പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഡോക്ടറെ, പിന്നെ മോറൽ റെമഡി ഇല്ലേ, അത് ഫുട് നോട്ടിലാണോ അതോ ഫോർസംസിലാണോ? 40 ഏതാണ്? 17 ഫുട് നോട്ട് ആണോ? ഇത് ഫുട് നോട്ട് ആയിരുന്നല്ലോ. ആണല്ലേ, എനിക്കൊരു ഡൗട്ട് വന്നതാ. ഫുട് നോട്ട് ആട്ടോ അത്. അടുത്ത ക്ലാസ്സിന് മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഫോർസംസും പറഞ്ഞിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളത് കുറച്ച് ഊന്നം കൊടുത്തിട്ടായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. മാക്സിമം ഒരു ക്ലാസ് കൊണ്ട് 291 വരെ തീർക്കാൻ പറ്റുന്ന ലെവലിലായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിന് പോകുന്നത്. മോഡസ് ഓപ്പറാൻഡി 29 മോഡസ് ഓപ്പറാൻഡി, മോഡ് ഓഫ് ആക്ഷൻ, ഹോമിയോപതിക് മെഡിസിൻസ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണോ? 29 അതൊന്ന് പറയാം. ഓക്കെ, അതൊരു വോയിസ് ഇട്ടാ മതിയാവോ? ഞാൻ ഗ്രൂപ്പിനകത്ത് ഒരു വോയിസ് ഇട്ടാ മതിയാവോ? ഓക്കെ മതി. ഓക്കെ ഞാൻ 97 ഇൻഡോളന്റ് പേഷ്യൻസ്. അതിന് സ്റ്റോയിക്സ് കൂടി പറയുന്നുണ്ടല്ലോ, അതൊരു വേർഡ് ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ അത് ഞാൻ അതായത് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങാണ്ട് കണ്ടിട്ടാണ് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോ ഓർക്കുന്നില്ല, ഞാൻ എപ്പോഴും പഠിച്ചപ്പോൾ എഴുതിയിട്ടുള്ളത് STOACS. അത് റെപ്പർട്ടറി വൈസ് അങ്ങനെയുള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഈ ഒരു വാക്ക് എനിക്ക് അങ്ങനെ എന്തോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയതാ, സ്റ്റോയിക്സ് എന്ന് പറഞ്ഞിട്ടേ. ഇൻഡോളന്റ് പേഷ്യന്റിന് പകരം പറയുന്ന വേറൊരു പേരാണത്. സർ കഴിഞ്ഞു സർ ക്ലാസ്. ഹലോ ഡോക്ടറെ, അപ്പൊ നമുക്ക് പറഞ്ഞോ. നാർക്കോട്ടിക് മെഡിസിന്റെ അത് ഒന്നുകൂടി പറയാം. ആ സമയത്ത് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ക്ലിയർ ആയില്ല. ഓൾട്ടർനേറ്റിംഗ് ആക്ഷന്റെ പോർഷൻ.
അതായത് നമ്മുടെ നാർക്കോട്ടിക്സിന്റെ അഫോഴ്സ് 113 നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ കാര്യം പറയുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം പ്രൈമറി ആക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സെൻസിബിലിറ്റി ഒന്നും അങ്ങനെ വരില്ല, എല്ലാം ഒന്ന് ഡൗൺ ആയി പോകും. അത് കഴിഞ്ഞ് സെക്കൻഡറി ആക്ഷനിലാണ് കുറച്ചും കൂടെ ഒരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും സ്റ്റിമുലേഷനും വന്നിട്ട് നമുക്കൊരു സിംറ്റംസ് പുറത്തോട്ട് വരുന്നത്. അപ്പം അഫോഴ്സും ഈ നാർക്കോട്ടിക് ഡ്രഗ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ആക്ഷൻ ആണ് ഒബ്സർവ് ചെയ്യേണ്ടത്. കാരണം പ്രൈമറി ആക്ഷനിൽ അവർക്ക് സെൻസിബിലിറ്റി ഇല്ല. അതേസമയം അഫോഴ്സം 114 തൊട്ടടുത്ത് പറയുന്നുണ്ട്, ഈ നാർക്കോട്ടിക് മെഡിസിൻസിനെ എക്സെപ്ഷൻ വെച്ചിട്ട് ബാക്കി എല്ലാ ഡ്രഗ്സിനും നമ്മൾ മെഡിസിൻസ് എടുക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൈമറി ആക്ഷൻ തരുന്നുണ്ട്. ആ പ്രൈമറി ആക്ഷനിലാണ് സിംറ്റംസ് പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. നാർക്കോട്ടിക്സിൽ സെക്കൻഡറി ആക്ഷൻ നമ്മൾ നോക്കണം. ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ചില ഡ്രഗ്സിന് പ്രൈമറി ആക്ഷനിൽ തന്നെ അതിന്റെ സ്റ്റേറ്റ്സ് വേരിയസ് ആയിട്ട് പരോക്സിസംസിൽ കാണിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു ഹാപ്പിനെസ് ആണ്. നമ്മളൊരു ഡ്രഗ് എടുത്തിട്ട് നമുക്ക് ഹാപ്പിനെസ് വന്നു, എന്താ പറയാ, നിങ്ങൾ കോഫി ആണെന്ന് വെച്ചോളൂ, ഒരു ഹാപ്പിനെസ് വന്നു, അത് അതിന്റെ പ്രൈമറി ആക്ഷനിൽ വരുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ആ സാഡ്നെസ് വന്നു, അപ്പൊ നമ്മൾ എല്ലാവരും കഴിഞ്ഞ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ വന്നേ, അപ്പൊ അത് സെക്കൻഡറി ആക്ഷൻ ആയിരിക്കും എന്ന് കരുതും. പക്ഷേ ഈ സാഡ്നെസ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു ഹാപ്പിനെസ് വരെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആദ്യം വന്ന പ്രൈമറി സിംറ്റം വന്നു, സെക്കൻഡറി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സിംറ്റം വന്നു, വീണ്ടും നമുക്ക് പ്രൈമറി സിംറ്റം വന്നു. അപ്പം ഈ ഒരു ഓൾട്ടർനേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ വന്ന സാഡ്നെസ് സെക്കൻഡറി സിംറ്റം അല്ല, സെക്കൻഡറി ആക്ഷൻ വഴി വന്നതല്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി ആക്ഷൻ ആണെങ്കിൽ ഹാപ്പിനെസ് കഴിഞ്ഞ് സാഡ്നെസ് വന്ന് അവിടെ അങ്ങ് നിൽക്കും, പിന്നെ തിരിച്ച് ഹാപ്പിനെസ് വരില്ല. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ഡോക്ടർ, ശരി. പ്രൈമറി ആക്ഷന്റെ തന്നെ വേരിയസ് ആയിട്ടുള്ള പരോക്സിസംസ് വരും, മാറി മാറി വരും. ആ മാറി മാറി വരണം എങ്കിലേ അത് ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ അങ്ങനെ ആവത്തുള്ളൂ. അതെ, ഓക്കെ. ഓക്കെ, നമുക്കപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കായിരിക്കും ചോദ്യം ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. എത്ര പേര് അതിൽ അത് സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മളൊന്ന് പരിശോധിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ആർക്കൊക്കെ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം അളക്കാൻ കൂടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, വെറുതെ തെറ്റായിട്ടുള്ള ആൻസേഴ്സ് കൂടുതലായിട്ട് എഴുതാൻ ശ്രമിക്കരുത്. നമുക്കറിയാവുന്നത് കൂടുതൽ എഴുതുക, പിന്നെ ചെറിയ ഗസ് വർക്ക് നടത്താം. നെഗറ്റീവ് പരമാവധി നെഗറ്റീവ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യുക. അപ്പോൾ 8:30 തന്നെ എല്ലാവരും ആൻസേഴ്സ് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും അരമണിക്കൂറിൽ കൂടുതൽ എടുക്കരുത്. അരമണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് നാളെ ആയിരിക്കും. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. രാജേശ്വരി ഡോക്ടർ വളരെ വലിയൊരു വർക്കാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും അത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.